ചേട്ട എന്ന് വിളിക്കാത്ത സ്കൂൾ ഹോസ്റ്റലിൽ റാഗിംഗ് എന്ന് പരാതി. കോട്ടയം കളത്തിപ്പട ഗിരിദീപം ബദനി സ്കൂളിലെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചെന്നാണ് പരാതി. മൂക്കിന്റെ പാലത്തിന് പരിക്കേറ്റ വിദ്യാർത്ഥി ചികിത്സ തേടി. രക്ഷിതാക്കളുടെ പ്രതികരണത്തിലേക്ക് ആദ്യം. +1 +2 വിദ്യാർത്ഥികൾ തമ്മിലുള്ള ആണ്. അവനെ എൻ്റെ സ്റ്റഡി ഹാളിൽ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ +2-ലെ കുട്ടികൾ വിളിച്ചുകൊണ്ട് പോയി ബാത്റൂമിൽ കൊണ്ടുപോയി അടിക്കുമായിരുന്നു. 2 പേരാണ് അതിന് മുൻകൈ എടുത്ത് അടിച്ചിട്ടുള്ളത്. ഒന്ന് അനുപം, രണ്ടാമത് ആഷ്ലിൻ എന്ന് പറയുന്ന 2 കുട്ടികളാണ് ഇതിന് കുട്ടികളും. പിന്നെ ബാക്കി +2-ലെ കുറച്ച് കുട്ടികൾ, അവർ അത് ചോദിച്ചാൽ മനസ്സിലാകും, അവരുടെ കൂടെയാണ് കുഞ്ഞിനെ ഇങ്ങനെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത്. ഈ വ്യാഴാഴ്ച വൈകിട്ട് 8 മണിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ട് ഈ വായിൽ നിന്നും മൂക്കിൽ നിന്നും ബ്ലഡ് വന്ന് കുട്ടിയെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ രക്ഷിതാക്കളെ വിളിച്ചറിയിക്കാനോ അവർ ശ്രമിച്ചിട്ടില്ല. എ വി ജയശങ്കർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നു. ജയശങ്കർ, ഈ പറഞ്ഞതുപോലെ ചേട്ട എന്ന് വിളിക്കാത്തതിന് മർദ്ദനം തല്ലുമ്പോഴത് അനിയനാണെന്ന് അവർ കരുതിയില്ലേ? എന്താണ് വിവരങ്ങൾ? റാഗിംഗ് അടക്കമുള്ള പരാതികൾ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ സാധ്യതയുണ്ടോ? സുഹൈല, ചേട്ട എന്ന് വിളിക്കാത്തതിന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കോട്ടയം കളത്തിപ്പടി ഗിരിദീപം ബദനി സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഇത്തരത്തിൽ മർദ്ദനമേറ്റു. സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്യുന്നൊരു പരാതി നിലവിൽ പോലീസിന് ഉൾപ്പെടെ ലഭിച്ചിരിക്കുന്നത്. സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ് പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. വിദ്യാർത്ഥിയുടെ മൂക്കിന്റെ പാലത്തിന് ഉൾപ്പെടെ പൊട്ടലുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഒപ്പം തന്നെ ഈ കുടുംബം ഗുരുതരമായ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ മർദ്ദന വിവരം അറിയിച്ചിട്ടും മറച്ചുവെച്ചു, ആശുപത്രിയിൽ കൊണ്ടുപോയില്ല, ഹോസ്റ്റൽ അധികൃതരും നടത്തിപ്പുകാരും വലിയ തോതിലുള്ള വീഴ്ച വരുത്തി ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളാണ് നിലവിൽ ഈ കുടുംബം ഉന്നയിക്കുന്നത്. ഈ വിവരം ഉൾപ്പെടെ മറച്ചുവെച്ചതിനും ഒപ്പം തന്നെ ഈ മർദ്ദനത്തിനുൾപ്പെടെ ഇല്ലെങ്കിൽ റാഗിനുൾപ്പെടെ ഹോസ്റ്റൽ അധികൃതരുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുമാണ് കുടുംബം ഈ വിഷയത്തിൽ എന്തായാലും നിലവിൽ പറയുന്നത്. ക്രൂരമായ മർദ്ദനം ഈ കുട്ടിക്ക് നേരിടേണ്ടി വന്നു ഇത്തരത്തിൽ ചേട്ട എന്ന് വിളിക്കാത്തതിന്റെ പേരിലെന്നാണ് ഈ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ വിദ്യാർത്ഥി ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്തായാലും സ്കൂൾ അധികൃതരുമായി ഈ വിഷയത്തിൽ സംസാരിച്ചപ്പോൾ ആരോപണ വിധേയരായ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു എന്നാണ് ഈ സ്കൂൾ പ്രിൻസിപ്പാൾ നിലവിൽ നൽകുന്ന വിവരം. ഈ വെള്ളിയാഴ്ചയാണ് രാവിലെയാണ് ഈ മർദ്ദന വിവരം അറിഞ്ഞതെന്നും പ്രിൻസിപ്പാൾ പറയുന്നു. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട CWC റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് കേസ് എടുക്കാമെന്നാണ് കോട്ടയം ഈസ്റ്റ് പോലീസ് പറയുന്നത്. കുടുംബത്തിന്റെ പരാതി നിലവിൽ ഈസ്റ്റ് പോലീസിന് മുമ്പിലുണ്ട്. പക്ഷേ പ്രായപൂർത്തിയാവാത്ത കുട്ടിയായതിനാൽ തന്നെ പോലീസിന് ഇത്തരത്തിൽ CWC ഉൾപ്പെടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നിലവിൽ കടക്കാനാവൂ. കുടുംബം എന്തായാലും ഗുരുതര ആരോപണമാണ് സ്കൂളിനെതിരെ ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. സുഹൈൽ.